ഇന്ത്യൻ സ്കൂളുകളും മാൽദ്വീപിയൻ സ്കൂളുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? നമ്മൾ മാൽദ്വീപ്സിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇന്ത്യൻ ടീച്ചേഴ്സിന് അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ ഇവിടെ വരുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. സ്കൂൾ റിലേറ്റഡ് ആണ്, സ്കൂളിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഇന്ത്യൻ സ്കൂളുകളും മാൽദ്വീപിയൻ സ്കൂളുകളും തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ത്യയിലുള്ള എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലൊക്കെയുള്ള സ്കൂളുകളിൽ പഠിപ്പിച്ചു വരുന്ന ടീച്ചേഴ്സിന് ഇവിടെ വരുമ്പോൾ പെട്ടെന്ന് ഒരു പാനിക് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താണെന്നല്ലേ വിശദമായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മാൽദ്വീപിയൻ സ്കൂളിൻ്റെ പ്രത്യേകതയെ പറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ഇവിടെ പെട്ടെന്നൊക്കെ നമ്മൾ ഇവിടുത്തെ സ്കൂളുകളിലേക്ക് നമ്മൾ ഒരു ഷിഫ്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ കേരളത്തിലൊക്കെ സ്കൂളുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചിട്ട് പെട്ടെന്ന് വരുന്ന ഒരു ഷിഫ്റ്റ് എല്ലാവർക്കും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. അതിനൊരു പ്രത്യേകത കാരണമുണ്ട്. ഒന്ന്, നമ്മൾ അറിയാതെ പോകുന്നതാണ് അല്ലേ. നമ്മൾ പെട്ടെന്ന് പാനിക് ആവുന്നത് എപ്പോഴാണ്? നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു കാര്യം നമ്മുടെ മുന്നിൽ എക്സ്പെക്ട് ചെയ്യാത്ത സമയത്ത് നടക്കുമ്പോഴാണ് അല്ലേ. അപ്പം അതുപോലെ നമ്മൾ ഇവിടുത്തെ ഒരു സെറ്റിങ്സിനെ പറ്റിയിട്ടും ഇവിടുത്തെ റൂൾസിനെ പറ്റിയിട്ടും ഇവരുടെ ഒരു ടീച്ചിങ് സ്റ്റൈലിനെ പറ്റിയിട്ടും എല്ലാത്തിനെ പറ്റിയിട്ടും നമ്മളൊരു അവയർനെസ് ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ കുറച്ച് കാര്യങ്ങളാണ്. ഞാനിവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ടും നമ്മുടെ മാൽദ്വീപ്സിലെ സ്കൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രണ്ട് തരത്തിൽ 2 types ഓഫ് മേജറായിട്ട് ഞാൻ പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തതാണ്. 2 തരത്തിലുള്ള സ്കൂളുകളെ പറ്റി നമുക്ക് പറയാം. ലോക്കൽ ഐലൻഡുകളിൽ ഉള്ള സ്കൂളുകളും സിറ്റി ഏരിയയിലുള്ള സ്കൂളുകളും. സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ക്യാപിറ്റൽ സിറ്റി മാലയിലുള്ള സ്കൂളുകളും പിന്നെ നമ്മുടെ ലോക്കൽ ഐലൻഡ്സിലുള്ള സ്കൂളുകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് കേട്ടോ. അതൊരു വലിയ ഡിഫറൻസ് ആണ്. ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മാലയിൽ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ, നമ്മളിവിടെ റീച്ച് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മൾ ഏത് സ്കൂളിലാണ്, സിറ്റിയിലാണോ പോവുക അത് ലോക്കൽ ഐലൻഡുകളിലേക്ക് ട്രാവൽ ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് നമ്മൾ അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ തമ്മിൽ തന്നെ വലിയൊരു ഡിഫറൻസ് ഉണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ ഒരു സിറ്റി ലൈഫും ഒരു വില്ലേജ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള കുറച്ച് വ്യത്യാസങ്ങളുണ്ടല്ലോ. എന്ന് പറയും ലിബറൽ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് വളരെ കുറവായിരിക്കും വില്ലേജ് ലൈഫിൽ. ഇപ്പോൾ ഒരുപാട് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അതല്ല, ജനറലൈസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ സിറ്റി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിരിക്കും, കുറച്ചും കൂടി പേഴ്സണൽ ആയിരിക്കും. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നോക്കുന്നു, നമ്മുടെ കാര്യങ്ങളായി പോകുന്നു, അങ്ങനെ ഒരു കാര്യമായിരിക്കും. നമ്മുടെ വില്ലേജ് എങ്ങനെ നമ്മളെല്ലാവരുമായിട്ട് ഒരുമിച്ച് പോയി എന്തെങ്കിലും കാര്യങ്ങൾ എന്തെങ്കിലും ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലും അതങ്ങനെ നിൽക്കും. നമ്മൾ ലോക്കൽ ഐലൻഡിലുള്ള സ്കൂളുകളും ക്യാപിറ്റൽ സിറ്റിയിൽ വരുന്ന സ്കൂളുകളും തമ്മിലുള്ള വ്യത്യാസം അങ്ങനെയാണ് ഇരിക്കുന്നത്. സെയിം ആണ്. വലിയ നമ്മൾ അത്രയും വലിയ വ്യത്യാസമൊന്നും പറയാനില്ലെങ്കിലും കുറേയും കൂടി അവിടുത്തെ ആളുകളും കുറേയും കൂടി മോഡേൺ ആയിരിക്കും. അവരുടേതായ ഭയങ്കര ബിസി ആൾക്കാരായിരിക്കും കേട്ടോ. നമ്മുടെ ലോക്കൽ ഐലൻഡിലൊക്കെ പോലെ നമ്മൾ ഇതേപോലെ ഫ്രീ ആയി നടക്കുന്ന പോലെയൊന്നും ആയിരിക്കില്ല. അവിടെയുള്ള ടീച്ചേഴ്സ് ആണെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും അവിടുത്തെ സ്റ്റുഡൻസ് ആണെങ്കിലും എല്ലാവരും ഭയങ്കര തിരക്കിലായിരിക്കും. പക്ഷെ ഇവിടെ കുറേ കൂടി നമ്മൾ ലോക്കൽ ഐലൻഡ്സിലൊക്കെ വരുമ്പോൾ കുറേ കൂടി ഫ്രീ ആയിരിക്കും. അത്രയും വലിയ പ്രഷറും കാര്യങ്ങളൊന്നും നമുക്ക് വരാൻ ഒരു വഴിയില്ല കേട്ടോ. സിലബസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഏത് സിലബസാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നതെന്ന് ഒരുവിധം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ആരെങ്കിലും പുതിയതായിട്ട് വീഡിയോ കാണുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഐഡിയ മൈൻഡിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ IGCSE സിലബസ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ബെസ്റ്റ് സിലബസ് തന്നെയാണ്, ഈ വേൾഡിൽ ഒരു ബെസ്റ്റ് സിലബസ് തന്നെയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, നല്ല സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഇവിടെ 2 തരത്തിലുള്ള ആളുകൾക്കാണ് ബെനിഫിറ്റ് വരുന്നത്. ഇവിടുത്തെ പിള്ളേരെന്ന് പറയുന്നത് അവർക്ക് ഈ സിലബസ് പഠിക്കുന്നതുകൊണ്ട് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ് അവർ പഠിക്കുന്നത്. അതുപോലെ അവിടെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് നമ്മളെപ്പോലുള്ള ആളുകൾക്ക് IGCSEയിൽ പഠിപ്പിച്ചിട്ടുള്ള IGCSEയുടെ സിലബസിൽ വരുന്ന എക്സ്പീരിയൻസ് ആണ് കിട്ടാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പഠിപ്പിക്കാൻ വരുന്നത് കൊണ്ട് അത് ഞാൻ വരുന്ന സമയത്ത് ഞാനത് അങ്ങനെ പേഴ്സണലി വിചാരിച്ചിട്ട് നോക്കി സിലബസ് ആണല്ലോ നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതുകൊണ്ട് വേറെ സ്ഥലത്ത് നമുക്ക് എക്സ്പീരിയൻസ് കാണിക്കുന്ന സമയത്ത് നമുക്കൊരു ക്രെഡിറ്റ് ആണ് അല്ലേ. നല്ലൊരു സിലബസ് നമ്മൾ പഠിപ്പിച്ചു, അതിൽ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറയുമ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ ഈ സിലബസ് ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ടഫസ്റ്റ് സിലബസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വരുന്ന ടീച്ചേഴ്സ് പഠിക്കാൻ റെഡി ആയിട്ട് വരാം. ചിലപ്പോൾ ഇപ്പം എന്നെപ്പോലെയൊക്കെയുള്ള അല്ലെങ്കിൽ ന്യൂ കമേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ പഠിക്കാൻ റെഡി ആയിരിക്കും. നമ്മൾ പുതിയ കാര്യങ്ങളാണ് നമുക്ക് അറിയില്ല എന്നുള്ളത് കൊണ്ട് പഠിക്കാൻ റെഡി ആയിരിക്കും. ഇനി കുറച്ച് സീനിയേഴ്സായ ആളുകൾ ഞങ്ങൾക്കെല്ലാം അറിയാമെന്നും പറഞ്ഞ് നമുക്കിവിടെ വരാൻ പറ്റില്ല. നമുക്കറിയാം ഓരോ ടീച്ചറും ഡെയിലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളും പഠിക്കാൻ റെഡി ആയിട്ട് പുതിയ സിലബസിനെ വെൽക്കം ചെയ്യുന്ന രീതിയിൽ തന്നെ ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ലെവൽ, A ലെവൽ, O ലെവൽ എന്ന് പറഞ്ഞ 2 കാറ്റഗറി ഉണ്ട്. O ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡിനറി ലെവലും
എ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് ലെവലാണ്. ഈ ഗ്രേഡ് 11, 12 ഒക്കെയാണ് ഈ അഡ്വാൻസ്ഡ് ലെവലിൽ വരുന്നത്. ബാക്കിയുള്ളതാണ് O ലെവലിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പാട്രിയേറ്റ് ടീച്ചേഴ്സ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ഒരു ഗ്രേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 to 10 ആണ്, 7 to 12 ആണ് കേട്ടോ. ഈ 2 ഡിവിഷനിലാണ് വരുന്നത്. ബാക്കിയുള്ള ക്ലാസ്സുകൾ, ലോവർ ക്ലാസ്സുകളിലെല്ലാം ഇവിടെയുള്ള ലോക്കൽ ടീച്ചേഴ്സ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഇവിടെ ഇങ്ങനെ ലോക്കൽ എന്ന് യൂസ് ചെയ്യുന്നത് കൊണ്ടൊന്നും വിചാരിക്കേണ്ട. ഇവിടെ ഈ ലോക്കൽ എന്ന് പറയുന്നത് ഇവിടുത്തെ ലൊക്കാലിറ്റിയിൽ ജനിച്ച് വളർന്ന ആളുകൾ ഇവർ തന്നെയാണ് ലോക്കൽ ടീച്ചേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ ലോക്കൽ അല്ല ഇത്. അപ്പോൾ ലോക്കൽ ടീച്ചേഴ്സ്, എക്സ്പാട്രിയേറ്റ് ടീച്ചേഴ്സ്, ഇങ്ങനെയാണ് ഡിവിഷൻ വരുന്നത്. അപ്പോൾ ലോവർ ഗ്രേഡ്സിലാണ് ലോക്കൽ ടീച്ചേഴ്സ് ആണ് പഠിപ്പിക്കുന്നുണ്ടാവുക. ഹയർ ഗ്രേഡ്സിലാണ് നമ്മൾ എക്സ്പാട്രിയേറ്റ് ടീച്ചേഴ്സ് കൂടുതലായിട്ടുണ്ടാവുക. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞത് കൂടുതലായിട്ട് ഉണ്ടാവുക എന്നാണ്. പ്രൈമറിയിൽ വർക്ക് ചെയ്യുന്ന പഠിപ്പിക്കുന്ന ടീച്ചേഴ്സും ഉണ്ട്. പക്ഷെ കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഈ ഹയർ ഗ്രേഡ്സ് ഒക്കെ നമ്മൾ എക്സ്പാട്രിയേറ്റ് ടീച്ചേഴ്സ് തന്നെയാണ് ഡീൽ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇവിടെയുള്ള ലോക്കൽ ടീച്ചേഴ്സും അത്രയും എഡ്യൂക്കേറ്റഡ് ആയ ആളുകളും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിലബസിനെ പറ്റി നമുക്കൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് സിലബസ് എന്നൊക്കെ ഉള്ളത് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് സബ്ജക്ട് വൈസ് വാരിയിങ് ആണ്. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സിലബസ് ആണ് നമ്മൾ പഠിപ്പിക്കുന്നത്. പിന്നെ ലിറ്ററേച്ചർ വരുന്നില്ല. ഇപ്പോൾ ഗ്രേഡ് 10 വരെ ലിറ്ററേച്ചർ വരുന്നില്ല. അപ്പോൾ നമ്മൾ ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള റൈറ്റിങ്സും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത് ലാംഗ്വേജ് ആണ്. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നന്നായിട്ട് കേപ്പബിൾ ആയിരിക്കണം ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡീൽ ചെയ്യാന്നുള്ളത്. ഇവിടുത്തെ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡീൽ ചെയ്യാൻ വളരെ എക്സ്പേർട്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ മുന്നിൽ പോയി ബബ്ബ അടിക്കുന്ന കാര്യം നിങ്ങൾ ഇമാജിൻ ചെയ്യണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കേപ്പബിൾ ആയിരിക്കുക, നന്നായി നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുക. നിങ്ങൾ നല്ല ലാംഗ്വേജ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്നും നോക്കേണ്ട, ഓൾ സെറ്റാണ്, നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങളും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇവിടുത്തെ പിള്ളേരുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ബ്രിട്ടീഷ് ഇംഗ്ലീഷ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അവരുടെ പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അതിനനുസരിച്ചിട്ട് സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിക്കും ഒരു ഐലൻഡിലെ പിള്ളേരില്ലേ എന്നൊക്കെ വിചാരിക്കുമെങ്കിലും ഇവരുടെ മദർ ടങ്ങിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഡീൽ ചെയ്യുന്ന ലാംഗ്വേജ് ഇംഗ്ലീഷാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെക്കാൾ നമ്മളൊരു ചെറുതായിരിക്കുന്ന പ്രായത്തിൽ ഇംഗ്ലീഷ് എത്ര നമ്മൾ അതുമായിട്ട് ഡീൽ ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ ഇവർ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ലാംഗ്വേജിൽ ഇവർ എക്സ്പേർട്സ് ആണ്. മേ ബി ബിഹേവിയർ ചിലപ്പോൾ അവർക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നാൽ ഇംഗ്ലീഷിന് അങ്ങനെ വരാറില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ മിക്സ്ഡ് തന്നെയാണ് സ്റ്റുഡൻസ് ഉള്ളത്. ചിലപ്പോൾ ദാറ്റ് ബാക്ക് ബെഞ്ചേഴ്സ് എല്ലാ സ്കൂളിലും കാണും, എല്ലാ സ്ഥലത്തും കാണും, അതുപോലെ കുറച്ച് ഗ്രൂപ്പ് കാണും. അതുവഴിക്ക് ബാക്കി എല്ലാ പിള്ളേരുടെയും ലാംഗ്വേജ് എന്ന് പറയുന്നത് വളരെ സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ ഞാൻ പറയുന്നത് സ്പീക്കിങ്ങിലാണ് കേട്ടോ. സ്പീക്കിങ്ങിൽ അവർ ഭയങ്കര എക്സ്പേർട്സ് ആണ്. റൈറ്റിങ്സിൽ നമ്മുടെ ഹെൽപ്പ് ഡെഫിനറ്റ്ലി അവർക്ക് ആവശ്യമാണ്. കാരണം ഈ സ്പീക്കിംഗ് അവർ പ്രാക്ടീസ്ഡ് ആണ്. ജനിച്ചിറങ്ങി കുറച്ച് കഴിയുമ്പോൾ മുതൽ അവർ സംസാരിച്ച് തുടങ്ങുന്നതുകൊണ്ടുള്ള പ്രാക്ടീസാണ് അവരെ അതിൽ എക്സ്പേർട്ട് ആക്കുന്നത്. അപ്പോൾ ലാംഗ്വേജിൽ അവർ ഭയങ്കര സ്പീക്കിങ്ങിൽ ഇവർ ഭയങ്കര ഫ്ലുവൻ്റ് ആണ്. പ്രൊനൗൺസിയേഷൻ ആണെങ്കിലും ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ നമ്മൾ ഒരു ഡൗട്ടും വേണ്ട, നമ്മൾ പിള്ളേർക്ക് അനുസരിച്ച് ഉയരാം, അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ വരുന്ന ഇവരുടെ ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ആക്റ്റീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ് ആണ്. നമ്മുടെ നാട്ടിലെ പോലെ കുറേ തിയറി കൊടുത്ത് കുറേ ക്ലാസ്സിലിരുത്തി ഇവരെ അങ്ങനെ പിടിച്ചിരുത്താൻ നമുക്ക് പറ്റില്ല. കാരണം ഇവർ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള കുട്ടികളാണ്. ഇവർക്ക് കൂടുതലും പുറത്തുള്ള കാര്യങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാനാണ് ഇഷ്ടം. അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ മാത്സ് ഒക്കെ എങ്ങനെ നമ്മൾ പുറത്തുള്ള കാര്യങ്ങളായി കണക്ട് ചെയ്യും എന്നുള്ളത്. പക്ഷെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഈ സ്പോർട്സിനും അങ്ങനത്തെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൂടുതൽ ഇൻവോൾവ് ആയിട്ടുള്ള സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇവർ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത്. നമ്മുടെ ഒരു ഡിഫറൻസ് ഉണ്ട്. ഇവർ ഭയങ്കര ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നത് കേട്ടോ. നമുക്ക് ഫസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അവരുടെ ഒരു വേ ഓഫ് ലേണിംഗ് മെത്തേഡ്സ് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഫസ്റ്റ് വരുന്ന സമയത്ത് എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് ഒരു സ്റ്റൈലിൽ പഠിപ്പിച്ചിട്ട് വേറൊരു സ്റ്റൈലിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഷിഫ്റ്റിൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നമാണ്. അത്ര വലിയ പ്രശ്നമായിട്ടൊന്നും കാണേണ്ട ആവശ്യമില്ല. നമുക്കത് മാനേജ് ചെയ്തിട്ട് ഓക്കെ ആക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്ന സബ്ജക്ട്സിനെ പറ്റിയിട്ട്, ഇവിടുത്തെ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ ഇവർ മെയിനായിട്ട് ഡീൽ ചെയ്തത് മാത്സും സയൻസ്, പിന്നെ ദിവേഹി, ഇംഗ്ലീഷ്, പിന്നെ ഇവരുടെ ഇസ്ലാമിക് സ്റ്റഡീസ് ഉണ്ട്, അതുപോലെ ഫൈൻ ആർട്സ്. അപ്പോൾ ഇതുപോലെ ഫൈൻ ആർട്സിന് ഇവർ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ചെറിയ കാര്യം വരയ്ക്കാൻ പറഞ്ഞാൽ പോലും ഈ പിള്ളേർ വരയ്ക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വരെ ഞെട്ടിപ്പോയി. അത്രയും നന്നായിട്ട് ഇവർ കളേഴ്സ് മേർജ് ചെയ്യാൻ വേണ്ടിയിട്ട്
പല ടൈമിൽ ഞാനും ഇങ്ങനെ പെയിൻറ്റിങ്സ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആ സമയത്ത് ഞാനിങ്ങനെ ഈ കളർ മേർജ് ചെയ്യാൻ വേണ്ടിയിട്ടും പുതിയ കളർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടൊക്കെ കഷ്ടപ്പെടാറുണ്ട് ചില സമയത്ത്. പക്ഷേ ഈ പിള്ളേർ ചെയ്യുന്ന ഒരു ബ്ലെൻഡിങ് ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിൽ ഇവർ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പം നമ്മുടെ സ്കൂളിൽ വല്ല ഈവൻറ്റ്സ് നടക്കുകയാണെങ്കിൽ പോലും ഇവർ ഈ സ്കൂളിൽ ഇവർ ഗിഫ്റ്റ് റാപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഇവരുടെ ഗിഫ്റ്റ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിലും ഈ ബൊക്കെ കാര്യങ്ങൾ അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ആണെങ്കിലും ഇവരുടെ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ഞെട്ടിപ്പോൾ അത്രയും ഭംഗിയായിട്ട് നാച്ചുറൽ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈ ഓലമടലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ എടുക്കുന്നുണ്ടാവും. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോവും. ഭയങ്കര ക്രിയേറ്റീവുമാണ് കേട്ടോ. കളേഴ്സ്, എസ്പെഷ്യലി കളേഴ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയിട്ടുള്ള, എനിക്ക് ഇവിടെ ഒന്ന് അത്ഭുതം തോന്നിയിട്ടുള്ള ഒരു കാര്യമാണത്. അപ്പോൾ ഈ ഇത്രയും സബ്ജക്ട്സാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവരുടെ മെയിൻ സബ്ജക്റ്റായിട്ട് വരുന്നത്. പിന്നെ ഇവർക്ക് ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് എനിക്കും ഞാൻ പല തവണ ചിന്തിച്ചിട്ടൊരു കാര്യമാണ്, ഇത് നെസസറി ആണോ അല്ലേ എന്നുള്ളത്. ചിലപ്പോൾ അത് കേംബ്രിഡ്ജ് റൂൾ കൂടി ആയിരിക്കാം. ഇവർക്ക് സബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ ഒരു ഗ്രേഡ് 10 ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഇവർക്ക് ഗ്രേഡ് 10-ൽ സബ്ജക്റ്റ് ഡ്രോപ്പ് ചെയ്യാം. ഏതെങ്കിലും സബ്ജക്റ്റ് ഡിഫിക്കൽട്ടാണ്, ആ സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ ഇവർ ഫെയിൽ ആവുന്നുണ്ടെങ്കിൽ ഇവർക്ക് 1-2 സബ്ജക്ട്സ്, അത് എത്രയാണെന്ന് കൃത്യമായിട്ട് എനിക്കും ഒരു ഡൗട്ട് ഉണ്ട്, 1-2 സബ്ജക്ട്സ് ഇവർക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ അതിൽ ലാംഗ്വേജ് സബ്ജക്ട്സ് ഒന്നും ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇറ്റ്സ് എസെൻഷ്യൽ, അത് എസെൻഷ്യൽ ആണെന്ന് ഉള്ളത് കൊണ്ട് അതല്ലാത്ത ഏതെങ്കിലും സബ്ജക്ട്സ് ഇവർക്ക് വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. ഇപ്പം ഇതാണ് ഇപ്പം മെയിൻ സ്ട്രീമിൽ വരുന്ന സബ്ജക്ട്സ് ആണ് ഇപ്പം മാത്സ് അങ്ങനെ പറഞ്ഞത്. അതല്ലാതെ ബിസിനസ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, ട്രാവൽ ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞ കുറേ കോഴ്സുകൾ വരുന്നുണ്ട്. ഇതെല്ലാം ഇവർ ഇതിൻ്റെ കൂടെ പഠിക്കുന്നുണ്ട്. ഈ സബ്ജക്ട്സ് എനിക്ക് തോന്നുന്നു ഇവർക്ക് വേണമെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ ഇവർക്കുണ്ട്. അത് കേംബ്രിഡ്ജ് കണക്റ്റഡ് കൂടി ആയിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ. അപ്പം പക്ഷെ നമ്മൾ പഠിക്കുന്ന സമയത്തോ നമ്മുടെ ഗ്രേഡ് 10-ൽ അങ്ങനെ ഡ്രോപ്പിംഗ് ഇല്ല. എല്ലാ സബ്ജക്റ്റും പഠിക്കുക, അതിൽ എത്രണ്ണം ഫുള്ള് പാസ്സായ പാസ്, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇവരുടെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഡെപ്ത് കൂടി അനുസരിച്ചിട്ടായിരിക്കും, ഇവരുടെ സിലബസിൻ്റെ ആ ഹാർഡായിട്ടുള്ള സിലബസ് ആയതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഓപ്ഷൻ കൂടെ അവിടെ ഒരു പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം കൂടി ഇവരിവിടെ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഫ്രീ എഡ്യൂക്കേഷനാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെ അത്രയും കൂടെ അതിനേക്കാൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആണെന്ന് വേണമെങ്കിൽ ഈ ഫ്രീ എഡ്യൂക്കേഷൻ്റെ കേസിൽ ഞാൻ പറയാം. കാരണം ഇവർക്ക് ബാഗ് മുതൽ ഇവർ യൂസ് ചെയ്യുന്ന എല്ലാ സാധനവും നമ്മുടെ സ്കൂളിൽ കൊടുക്കാറുണ്ട് കേട്ടോ. ഒരു ഇയർ എൻഡ് ആകുമ്പോൾ, ടേം എൻഡ് ആകുമ്പോൾ, പിന്നെ അതിൽ വരുന്ന വെക്കേഷൻ ബ്രേക്കിൻ്റെ മുന്നെയോ അതിനിടയിലോ ഇവർ പേരൻസ് വന്നിട്ട് ഈ കുട്ടികൾക്ക് വേണ്ട നെസസറി സ്റ്റേഷനറി ഐറ്റംസ്, ബാഗ്, ബുക്സ് എല്ലാം വന്ന് കളക്ട് ചെയ്ത് പോകും. അപ്പോൾ ഈ സ്കൂളാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് മിനിസ്ട്രി റൂൾ ആയിരിക്കണം, എല്ലാ സ്കൂളിലും കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ സ്കൂളിൽ അത് കൊടുക്കാറുണ്ട്. അപ്പോൾ പിന്നെ പറയാനുള്ളത് ഇവിടുത്തെ ക്ലാസ്സുകൾ തന്നെ കീ സ്റ്റേജുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. കീ സ്റ്റേജ് 1, 2, ഒന്ന് ഫൗണ്ടേഷൻ സ്റ്റേജ് ആണ്, അവിടെയാണ് UKG, LKG, UKG ഒക്കെ വരുന്നത്. പിന്നെ കീ സ്റ്റേജ് 1, 2, 3, 4, 5 ആണ്. 5-ലാണ് 11, 12, 4-ൽ ആണ് 9, 10 വരുന്നത്. പിന്നെ 7, 8, പിന്നെ 1 to 3, 4 to 6 അങ്ങനെയാണ് ഡിവിഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ കീ സ്റ്റേജുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ കീ സ്റ്റേജുകൾക്ക് അനുസരിച്ചിട്ടാണ് നമ്മുടെ ബുക്സും എല്ലാം വരുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ കേംബ്രിഡ്ജിൻ്റെ ഒരു ഫോർമാറ്റുമായിട്ട് ഫോളോ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ കേംബ്രിഡ്ജ് സിലബസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് ഇത് മനസ്സിലാവാൻ പറ്റും. മോൾഡീസ് അല്ലാതെ വേറെ ഏതെങ്കിലും സ്ഥലത്തും വർക്ക് ചെയ്യുന്നുള്ള ടീച്ചേഴ്സിന് ഇത് മനസ്സിലാവാൻ പറ്റും. ഇതേ മെത്തേഡായിരിക്കും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ സ്കൂളുകളിൽ അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ പോലും നമ്മൾ കേരളത്തിലുള്ള സ്കൂളുകളിലോ ഒക്കെ പഠിപ്പിച്ചു വന്ന ആളുകൾക്ക് ഇതിനെപ്പറ്റി എല്ലാം ഒരു ധാരണ ഉണ്ടായിരിക്കണം. കുട്ടികളെ ഡീൽ ചെയ്യേണ്ട കാര്യത്തിനെ പറ്റിയിട്ട് കൂടുതൽ അറിഞ്ഞിരിക്കണം. കാരണം നമ്മുടെ ഇവിടുത്തെ പിള്ളേരെ നമ്മൾ നമ്മുടെ നാട്ടിലെ പിള്ളേരെ പോലെ അങ്ങനെ വഴക്ക് പറയാനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പറ്റില്ല. ടീച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സ്കൂൾ ഇഷ്യൂസൊക്കെ ആയിട്ട് നടന്നിട്ട് കുറച്ച് ന്യൂസൊക്കെ വന്നായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ റൂളുകളെല്ലാം ഇവിടെ വരുന്ന ടീച്ചേഴ്സ് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. കുറേ പേർക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാം. പക്ഷെ നമ്മളിവിടെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് അവിടുത്തെ റൂളും വർക്കിംഗ് അറ്റ്മോസ്ഫിയറും ആയിട്ട് നമ്മൾ അത് റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്, അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ആരും വരുന്നില്ലെങ്കിൽ നമുക്കത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ലല്ലോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഐലൻഡുകളിലുള്ള സ്കൂളുകളുടെ ഒരു സെറ്റിങ്സ് എന്ന് പറയുന്നതും സിലബസ് എന്ന് പറയുന്നതും ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നതും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഫീൽ ഫ്രീ ടു കോൺടാക്ട് മീ.
ഇതിന് മുന്നേ ഞാൻ കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റിലേറ്റഡ് ടു ടീച്ചിങ് ജോബ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ഓൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം വഴിയോ മെയിൽ വഴിയോ ഒക്കെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ആസ് സൂൺ ആസ് പോസിബിൾ മെസ്സേജ് കണ്ടാൽ ഞാൻ റിപ്ലൈ തരും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എനിക്കും കുറച്ച് എൻകറേജ്മെൻറ്റ് ആയിരിക്കും. എല്ലാവരും എൻ്റെ വീഡിയോസ് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ വിവരങ്ങളായിട്ട് വരാൻ കുറച്ചും കൂടി ഊർജ്ജം കിട്ടും. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.